നമസ്കാരം. സൂപ്പർ നോട്ട്സിന്റെ മറ്റൊരു സെഷനിലേക്ക് ഏവർക്കും സ്വാഗതം. RRB ഗ്രൂപ്പ് ഡി എക്സാമിന് വേണ്ടിയിട്ടുള്ള അടിപൊളി സെഷനാണിത്. അതായത് ഏറ്റവും പ്രധാനപ്പെട്ട GKയിലെ 10 ഹോട്ട് ടോപ്പിക്കുകൾ, പല സബ്ജക്റ്റുകളിൽ നിന്നായിട്ട് ഏറ്റവും കൂടുതൽ എക്സാമുകൾക്ക് റിപ്പീറ്റ് ചെയ്യുന്ന പോയിന്റുകൾ ഉൾപ്പെടുത്തിയിട്ടുള്ള 10 ഇമ്പോർട്ടൻറ്റ് ഹോട്ട് ടോപ്പിക്സിൻ്റെ ഒരു മിന്നൽ റിവിഷനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. വേഗത്തിൽ എന്ത് ചെയ്യുക, 10 പോയിന്റുകൾ വീതം, ഓരോ ടോപ്പിക്കിലെയും 10 പോയിന്റുകൾ വീതം നമ്മൾ പറഞ്ഞു പോവാണ്. അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെഷനാണ്. നിങ്ങളുടെ മാർക്ക് കത്തിക്കയറ്റാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സെഷനാണിത്. അതുകൊണ്ട് അവസാനം വരെ കാണുക. അതിനോടൊപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കൂടി എന്ത് ചെയ്യുക, ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോഴാണ് ഇമ്പ്രൂവ്മെൻറ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, കുറച്ചുകൂടെ വരുത്താൻ പറ്റുക, കുറേ കൂടെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് തരാൻ പറ്റുക. അപ്പോൾ അതിനുള്ളൊരു ഊർജ്ജം നിങ്ങളുടെ കമൻറ്റുകളാണ്. തീർച്ചയായും എന്ത് ചെയ്യുക, നിങ്ങളുടെ കമൻറ്റുകൾ താഴെ രേഖപ്പെടുത്തുക. നമുക്ക് നേരെ നമ്മുടെ സെഷനിലേക്ക് പോകാം. ഏറ്റവും പ്രധാനപ്പെട്ട 10 ഹോട്ട് ടോപ്പിക്കുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുക. ആ 10 ഹോട്ട് ടോപ്പിക്കുകളിലൂടെ ഏറ്റവും മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നത്, കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു സെഷൻ ഉദ്ദേശം. നമുക്ക് നേരെ പോവാം, ശ്രദ്ധിച്ച് നോക്കാം. ഒന്ന് നോട്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് പിന്നീട് റിവൈസ് ചെയ്യാനായിട്ട് ഉപകാരമായിരിക്കും. നമ്മൾ ഏതൊക്കെ ടോപ്പിക്കുകളാണ് ഈ ഒരു റിവിഷൻ അതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്? പ്രധാനമായിട്ടും 10 ടോപ്പിക്കുകളാണ്. അതിൽ ഒന്നാമത്തത് പ്രിയാമ്പിൾ എന്ന് പറയുന്ന ടോപ്പിക്കാണ്. പ്രിയാമ്പിൾ നമുക്കറിയാം, കോൺസ്റ്റിറ്റ്യൂഷനിലെ പ്രിയാമ്പിൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏറ്റവും കൂടുതൽ തവണ റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ഭാഗമാണ്. 2 ഫണ്ടമെന്റൽ റൈറ്റ്സ്, 3 DPSP അതായത് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി, അതേപോലെ തന്നെ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ്. ഈ 4 ടോപ്പിക്കുകളും കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ്, അല്ലെങ്കിൽ നമ്മുടെ പൊളിറ്റി എന്ന് പറയുന്ന ഭാഗത്തു നിന്നാണ്. ദെൻ എക്കണോമിക്സിലേക്ക് വന്നു കഴിഞ്ഞാൽ പ്ലാനിംഗ് കമ്മീഷൻ, നീതി ആയോഗ്, ന്യൂ എക്കണോമിക് പോളിസി. ഈ 3 ടോപ്പിക്കുകളും എക്കണോമിക്സിൽ ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്ത് ക്വസ്റ്റ്യൻസ് വരുന്ന ഭാഗങ്ങളാണ്. ദെൻ അതേപോലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, മഹാത്മാഗാന്ധി ആൻഡ് ഫ്രീഡം മൂവ്മെന്റ്, ഹിസ്റ്ററിയിൽ നിന്ന് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരുന്ന ഭാഗമാണ്. ദെൻ വെസ്റ്റേൺ ഘാട്ട്, ജോഗ്രഫിയിൽ നിന്ന് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരുന്നതാണ്. ഇത് ഒന്നാമത്തെ ഭാഗമാണ്. ഇതിന് തുടർന്ന് എന്ത് ചെയ്യാം, മറ്റ് ടോപ്പിക്കുകൾ കൂടി ഉൾപ്പെടുന്ന മറ്റൊരു റിവിഷൻ വരുന്ന ദിവസങ്ങളിൽ നമുക്ക് നടത്താനായിട്ട് പറ്റും. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യാണ്, 10 ടോപ്പിക്കുകളിലേക്ക് പോവാം. നേരെ നമുക്ക് സെഷനിലേക്ക് പോവാം. മക്കളെ, ഒന്നാമത്തെ ടോപ്പിക്ക് പ്രിയാമ്പിൾ എന്ന് പറയുന്നതാണ്. ഒന്നാമത്തെ ഹോട്ട് ടോപ്പിക്ക് പ്രിയാമ്പിൾ ആണ്. എന്താണ് പ്രിയാമ്പിൾ? നമ്മുടെ ഭരണഘടനയിൽ ഏറ്റവും പ്രധാനപ്പെട്ട എന്താണോ ഭരണഘടന നമ്മുടെ രാജ്യത്തെ ജനങ്ങളോട് പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്, അതിന്റെ രത്നചുരുക്കം എവിടെയാണ് കിടക്കുക? അത് പ്രിയാമ്പിളിലാണ് കിടക്കുക. അപ്പൊ പ്രിയാമ്പിൾ എന്ന് പറയുന്നത് ഭരണഘടനയുടെ ഒരു അന്തസ്സത്തയായിട്ട് നമുക്ക് കണക്കാക്കാം. അല്ലെ, ഭരണഘടനയിൽ എന്തൊക്കെയുണ്ടോ അതിന്റെ രത്നചുരുക്കമായിട്ട് നമുക്ക് ആരെ കണക്കാക്കാം? പ്രിയാമ്പിളിനെ കണക്കാക്കാം. ഫസ്റ്റ് പോയിന്റ് പഠിച്ചു വെച്ചോടാം. പ്രിയാമ്പിൾ കൃത്യമായിട്ട് ഇന്ത്യ എന്താണെന്ന് ഡിക്ലെയർ ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ് അത്? സോവറിൻ, സോഷ്യലിസ്റ്റ്, സെക്കുലർ, ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ആണ് എന്നാണ് പറയുക. അപ്പൊ ഇന്ത്യ എന്ന് പറയുന്നത് ഒരു സോവറിൻ, സോഷ്യലിസ്റ്റ്, സെക്കുലർ, ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ആണ് എന്ന് പറഞ്ഞു വെക്കുകയാണ്. ഇവിടെ കൃത്യമായിട്ടൊരു കോഡ് ഞാൻ പറഞ്ഞു തരട്ടെ. അത് പസോമാജറി എന്നാണ്. എന്താണ് പസോമാജറി? പസോമാജറി എന്ന് പറഞ്ഞാൽ പരമാധികാര, സോഷ്യലിസ്റ്റ്, മതേതര, ജനാധിപത്യ റിപ്പബ്ലിക് എന്നാണ്. എന്താണ് മക്കളെ, ഒന്നുകൂടെ പറഞ്ഞേ. പരമാധികാര, സോഷ്യലിസ്റ്റ്, മതേതര, ജനാധിപത്യ റിപ്പബ്ലിക്, പസോമാജറി. പസോമാജറി ഒരു 10 തവണ എൻ്റെ മക്കളെന്ന് പറഞ്ഞടാ. പസോമാജറി, പസോമാജറി, പരമാധികാര, സോഷ്യലിസ്റ്റ്, മതേതര, ജനാധിപത്യ റിപ്പബ്ലിക്. ഇതിന് മലയാളമാണല്ലേ. സോജിൻ എന്ന് പറഞ്ഞാൽ എന്താ? പരമാധികാരം. അതേപോലെ തന്നെ സോഷ്യലിസ്റ്റ്, മതേതരം എന്ന് പറഞ്ഞാൽ എന്താ? സെക്കുലറിസം. ദെൻ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്. ഡെമോക്രാറ്റിക് എന്ന് പറഞ്ഞാൽ ജനാധിപത്യം എന്നാണ്. ഒന്നാമത്തെ പോയിന്റ് സെറ്റ്. അടുത്ത് നോക്കിയടാ, ഇത് ഓബ്ജക്റ്റീവ് റെസൊല്യൂഷനെ ബേസ് ചെയ്തുകൊണ്ട് വന്നതാണ്. എന്താണ് ഓബ്ജക്റ്റീവ് റെസൊല്യൂഷൻ? മക്കളെ, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി ഫോം ചെയ്തിട്ട് 1946 ഡിസംബർ മാസം 13-ാം തീയതി നമ്മുടെ ജവഹർലാൽ നെഹ്റു ഓബ്ജക്റ്റീവ് റെസൊല്യൂഷൻ എന്ന് പറയുന്ന ഒരു മൂവ്മെന്റ് അല്ലെങ്കിൽ ഒരു പ്രസ്താവന നടത്തി. ഓബ്ജക്റ്റീവ് റെസൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. എന്താണ് കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഏത് രീതിയിലാണ് നമ്മുടെ ഭരണഘടന ചിട്ടപ്പെടുത്തേണ്ടത് എന്ന് അദ്ദേഹം പറഞ്ഞത് ഒബ്ജക്റ്റീവ് റെസൊല്യൂഷനിലൂടെയാണ്. മലയാളത്തിൽ ലക്ഷ്യപ്രമേയം എന്ന് പറയാം. ഈ ലക്ഷ്യപ്രമേയത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ 1947 ജനുവരി മാസം 22-ാം തീയതി എന്ത് ചെയ്തു? കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി അംഗീകരിച്ചു. ഈ കാര്യങ്ങൾ തന്നെയാണ് പ്രിയാമ്പിൾ അല്ലെങ്കിൽ ആമുഖം എന്ന് പറഞ്ഞുകൊണ്ട് ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തത്. അപ്പൊ പ്രിയാമ്പിളിന്റെ അല്ലെങ്കിൽ ആമുഖത്തിന്റെ മുൻഗാമി ആരാണെന്ന് ചോദിച്ചാൽ, ആമുഖത്തിന്റെ മുൻഗാമി ആരാ മക്കളെ? ഒറ്റ ഉത്തരമേ ഉള്ളൂ, അത് ഓബ്ജക്റ്റീവ് റെസൊല്യൂഷൻ ആണ്. ആരാണ് ഓബ്ജക്റ്റീവ് റെസൊല്യൂഷൻ പുറപ്പെടുവിച്ചത്? അത് നമ്മുടെ സ്വന്തം ജവഹർലാൽ നെഹ്റു ആണ്. സെറ്റ് ആണല്ലോ. ഇനി അടുത്ത് നോക്കിയേ, പ്രിയാമ്പിൾ ഒറ്റ തവണ മാത്രമേ അമെൻഡ് ചെയ്തിട്ടുള്ളൂ. നമ്മുടെ പ്രിയാമ്പിൾ ഒരേ ഒരു തവണ മാത്രമേ അമെൻഡ് ചെയ്തിട്ടുള്ളൂ. അതായത് ഇത്രയും വർഷം 1949 നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അംഗീകരിക്കുന്നത് മുതൽ 2025 ഇടയ്ക്ക്
ഒരൊറ്റ തവണ മാത്രമാണ് കോൺസ്റ്റിറ്റ്യൂഷന്റെ പ്രിയാമ്പിൾ അമെൻഡ് ചെയ്തിട്ടുള്ളത്. അത് 1976 42ാമത്തെ അമെൻമെന്റിലൂടെയാണ്. 42ാമത്തെ അമെൻമെന്റ് 1976. എന്നിട്ട് അവിടെ സോഷ്യലിസ്റ്റ്, സെക്കുലാർ, ഇന്റഗ്രിറ്റി ഈ 3 കാര്യങ്ങൾ എന്ത് ചെയ്തു? കൂട്ടിച്ചേർത്തു. സോഷ്യലിസ്റ്റ്, സെക്കുലാർ, ഇന്റഗ്രിറ്റി ഈ 3 വാക്കുകൾ എന്ത് ചെയ്തു? നമ്മുടെ പ്രിയാമ്പിളിൽ അധികമായിട്ട് കൂട്ടിച്ചേർത്തു എന്ന് പഠിച്ചു വെച്ചേക്കാം. അടുത്ത പോയിന്റ്, പ്രിയാമ്പിളിൽ ഒരൊറ്റ ഡേറ്റ് മാത്രമേ മെൻഷൻ ചെയ്തിട്ടുള്ളൂ. നമ്മുടെ ഭരണഘടനയുടെ പ്രിയാമ്പിളിൽ ഒരേ ഒരു ഡേറ്റ് മാത്രമേ മെൻഷൻ ചെയ്തിട്ടുള്ളൂ. ആ ഡേറ്റ് 1949 നവംബർ മാസം 26. എന്താണ് മക്കളെ 1949 നവംബർ 26? മക്കളെ 1949 നവംബർ 26 തത്വത്തിൽ നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സമിതി അംഗീകരിച്ച ഡേറ്റ് ആണ് ഭരണഘടനയിൽ എന്ത് ചെയ്തിട്ടുള്ളത്? ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പ്രിയാമ്പിളിൽ ഒരേ ഒരു ഡേറ്റേ ഉള്ളൂ. അത് 1949 നവംബർ മാസം 26 എന്ന ഡേറ്റ് ആണ്. ഇനി നോക്കിയേ, നമ്മുടെ പ്രിയാമ്പിൾ പറയുന്നത് ഇക്വാലിറ്റി ഓഫ് സ്റ്റാറ്റസ് ആൻഡ് ഓഫ് ഓപ്പർച്യൂണിറ്റി, അല്ലെ? എല്ലാവർക്കും നമ്മുടെ സ്റ്റാറ്റസിലുള്ള ഇക്വാലിറ്റി, അതേപോലെ തന്നെ ഓപ്പർച്യൂണിറ്റിയുള്ള ഇക്വാലിറ്റി, ഇതിനെപ്പറ്റിയൊക്കെ പ്രിയാമ്പിൾ നമ്മളോട് പറഞ്ഞു തരുന്നുണ്ട്. അതേപോലെ തന്നെ ഒരു വ്യക്തിയുടെ യൂണിറ്റി അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിൻ്റെ യൂണിറ്റി, ഇൻറ്റഗ്രിറ്റി, ഇതിനെ പറ്റിയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ പ്രിയാമ്പിൾ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് എന്ന് മനസ്സിലാക്കി വെച്ചേക്കാം. കഴിഞ്ഞിട്ടില്ല മക്കളെ, നോക്കിയേ. ഇനിയും നമ്മുടെ പ്രിയാമ്പിളിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം നടപ്പായില്ല എങ്കിൽ നമുക്ക് കോർട്ടിൽ പോകാൻ പറ്റുമോ പറ്റത്തില്ലയോ? മക്കളെ പഠിച്ചു വെച്ചോണേ, കോർട്ടിൽ പോവാൻ കഴിയില്ല. നമ്മുടെ പ്രിയാമ്പിളിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം നമുക്ക് നിഷേധിക്കപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് എവിടെ പോകാൻ കഴിയില്ല? കോർട്ടിൽ പോകാൻ കഴിയില്ല. നോട്ട് എൻഫോഴ്സിബിൾ ബൈ ലോ ആണ്, അല്ലെ? കോർട്ട് വഴി നേടിയെടുക്കാൻ കഴിയുന്നതല്ല. അപ്പൊ പ്രിയാമ്പിളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും ഒരു വയലേഷൻ ഉണ്ടായി എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് കോർട്ടിൽ പോകാൻ കഴിയുമോ? കഴിയില്ല. കാരണം എന്താണ്? നോട്ട് എൻഫോഴ്സിബിൾ ബൈ ലോ ആണ് നമ്മുടെ പ്രിയാമ്പിൾ എന്ന് പറയുന്നത്. അത് വളരെ പ്രധാനപ്പെട്ട പോയിന്റ് ആണ്. സ്റ്റേറ്റ്മെന്റ് രൂപത്തിലോ അല്ലെങ്കിൽ ചിലപ്പം സ്റ്റേറ്റ്മെന്റ് പോലെയൊക്കെ ക്വസ്റ്റ്യൻസ് വന്നാൽ, അല്ല എങ്കിൽ വൺ വേർഡ് ആണെങ്കിൽ തന്നെ അത്തരത്തിലുള്ള ഒരു ചോദ്യം കയറി വരാം. അപ്പൊ എന്ത് ചെയ്യണം? കൃത്യമായിട്ട് അത് പഠിച്ചു വെച്ചേക്കണം. കഴിഞ്ഞിട്ടുള്ള മക്കളെ നോക്കിയേ, പ്രിയാമ്പിൾ എന്തൊക്കെ തരത്തിലുള്ള ജസ്റ്റിസ് ആണ് നമ്മുടെ മുന്നിലേക്ക് വെക്കുക? പ്രധാനമായിട്ടും സോഷ്യൽ, ഇക്കണോമിക്കൽ, പൊളിറ്റിക്കൽ ജസ്റ്റിസിനെ പറ്റി നമ്മുടെ പ്രിയാമ്പിൾ പറയുന്നുണ്ട്. 3 തരത്തിലുള്ള ജസ്റ്റിസ്, അത് സോഷ്യൽ, എക്കണോമിക്കൽ, പൊളിറ്റിക്കൽ ജസ്റ്റിസിനെ പറ്റി നമ്മുടെ പ്രിയാമ്പിൾ നമ്മുടെ മുന്നിൽ പറഞ്ഞു വെക്കുന്നുണ്ട്. ഇനി ഇത് അഡോപ്റ്റ് ചെയ്ത് എന്നാണ്? 1949 നവംബർ മാസം 26. ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ ഭരണഘടന എന്നാണ് അഡോപ്റ്റ് ചെയ്തത് അല്ലെങ്കിൽ അംഗീകരിച്ചത് എന്ന് ചോദിച്ചാൽ 1949 നവംബർ 26 പക്ഷേ ഭരണഘടന നിലവിൽ വന്നത് 1949 നവംബർ 26 എന്നാണ് മക്കളെ? 1950 ജനുവരി മാസം 26 ഭരണഘടന നിലവിൽ വന്നത് എന്ന് കൂടി എന്ത് ചെയ്തേക്കണം? ഒന്ന് പഠിച്ചു വെച്ചേക്കണം. ഇനി നോക്കിയേ, പ്രിയാമ്പിൾ എന്ന് പറയുന്നത് ജനങ്ങളുടെ ആസ്പിറേഷൻസ് റിഫ്ലക്റ്റ് ചെയ്യുന്ന ഒരു പ്രസ്താവനയായിട്ട് നമുക്ക് കണക്കാക്കാം. അതുകൊണ്ടാണ് വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞുകൊണ്ട് ഭരണഘടനയുടെ പ്രിയാമ്പിൾ ആരംഭിക്കുന്നത്. ജനങ്ങളാണ് ഭരണഘടനയിൽ പറഞ്ഞിരിക്കുന്ന പ്രിയാമ്പിളിന്റെ അധികാരം നൽകുന്നത് എന്നും എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ പറഞ്ഞു വെക്കുന്നുണ്ട്. ഇനി court have used preamble to determine the basic structure of the constitution. നമുക്കറിയാം ബേസിക് സ്ട്രക്ചർ എന്ന് പറയുന്ന ടേം 1973 കേശവാനന്ദ ഭാരതി കേസിലൂടെ എന്ത് ചെയ്തിട്ടുണ്ട്? മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അപ്പൊ ഭരണഘടനയിലെ പ്രിയാമ്പിൾ എന്ന് പറയുന്നത് ബേസിക് സ്ട്രക്ചറിന്റെ കീഴിൽ വരുന്നതാണ് എന്ന് കോടതി വിധികളിലൂടെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പൊ ഈ 10 പോയിന്റുകൾ കൃത്യമായി നിങ്ങൾക്ക് മനസ്സിലായി. പ്രിയാമ്പിൾ എന്ന് പറയുന്ന ഒന്നാമത്തെ ടോപ്പിക്കിൽ നിന്ന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ നോക്കിക്കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ ടോപ്പിക്ക് നോക്കിയാൽ ഫണ്ടമെന്റൽ റൈറ്റ്. പ്രിയാമ്പിൾ പോലെ തന്നെ ഭരണഘടനയിൽ പഠിച്ചിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് ഫണ്ടമെന്റൽ റൈറ്റ് എന്ന് പറയുക. ഫണ്ടമെന്റൽ റൈറ്റിനെ പറ്റി പഠിക്കുന്ന ഒന്നാമത്തെ പോയിന്റ് കേട്ടെ. ഫണ്ടമെന്റൽ റൈറ്റ് 3ാമത്തെ പാർട്ടിലാണ് ഉൾപ്പെടുത്തിയിരിക്കുക. ഫണ്ടമെന്റൽ റൈറ്റ് ഭരണഘടനയുടെ ഏത് പാർട്ടിൽ ഉൾപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ 3ാമത്തെ പാർട്ടിലാണ്. എത്രാമത്തെ ആർട്ടിക്കിൾ തൊട്ട് എത്രാമത്തെ ആർട്ടിക്കിൾ വരെ? 12ാമത്തെ ആർട്ടിക്കിൾ മുതൽ 35ാമത്തെ ആർട്ടിക്കിൾ വരെ പരാമർശിക്കുന്നത് ഭരണഘടനയിൽ ഫണ്ടമെന്റൽ റൈറ്റിനെ പറ്റിയിട്ടാണ്. അപ്പം മൗലിക അവകാശങ്ങളെ പറ്റി പരാമർശിക്കുന്ന ആർട്ടിക്കിളുകൾ 12 മുതൽ 35 വരെയാണ്. 3ാമത്തെ ഭാഗത്തിലാണ് ഉൾപ്പെടുത്തിയിരിക്കുക. ഇനി അടുത്ത് നോക്കിയേ എസെൻഷ്യൽ ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭരണഘടന ഒരു സിറ്റിസണ് നിർബന്ധമായും നിഷേധിക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് തരുന്ന ചില മൗലിക അവകാശങ്ങളുണ്ട്, അല്ലെങ്കിൽ ചില അവകാശങ്ങളുണ്ട്. അതിനെയാണ് മൗലിക അവകാശങ്ങൾ എന്ന് പറയുന്നത്. എല്ലാ സിറ്റിസണും നിർബന്ധമായും നൽകണമെന്ന് പറയുന്ന, ഉറപ്പുവരുത്തണമെന്ന് പറയുന്ന അവകാശങ്ങൾ, അതിനെയാണ് എന്ത് പറയുക? മൗലിക അവകാശങ്ങൾ എന്ന് പറയുക. അങ്ങനെ എത്ര മൗലിക അവകാശങ്ങളുണ്ട്?
6 മൗലിക അവകാശങ്ങളുണ്ട്. എന്നാൽ ഭരണഘടന നിലവിൽ വന്നപ്പോൾ 7 മൗലിക അവകാശങ്ങൾ ഉണ്ടായിരുന്നു. അതിൽ റൈറ്റ് ടു പ്രോപ്പർട്ടി അല്ലെങ്കിൽ സ്വത്തവകാശം എന്ന് പറയുന്ന മൗലിക അവകാശം 1978 44ാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെ ഒഴിവാക്കിയിട്ടുണ്ട് എന്നുകൂടി പഠിച്ചു വെച്ചേക്കാം. അതുകൊണ്ട് നിലവിൽ എത്ര മൗലിക അവകാശങ്ങളേ ഉള്ളൂ? 6 മൗലിക അവകാശങ്ങളേ ഉള്ളൂ. ഏതൊക്കെയാണത് മക്കളെ നോക്കിക്കോ. ഫണ്ടമെന്റൽ റൈറ്റ്സിനകത്തിൽ ഇക്വാലിറ്റി, ഫ്രീഡം, പ്രൊട്ടക്ഷൻ അഗൈൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ, റിലീജിയസ് ഫ്രീഡം, കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ്സ് ആൻഡ് കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് എന്നിങ്ങനെ 6 എണ്ണമുണ്ട്. റൈറ്റ് ടു ഇക്വാലിറ്റി, റൈറ്റ് ടു ഫ്രീഡം, പ്രൊട്ടക്ഷൻ അഗൈൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ, ചൂഷണത്തിനെതിരായിട്ടുള്ള അവകാശങ്ങൾ, അതേപോലെ റിലീജിയസ് ഫ്രീഡം, മതപരമായിട്ടുള്ള സ്വാതന്ത്ര്യം, ദെൻ കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ്സ്, സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം, അതേപോലെ കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡി. ഇതിലേതെങ്കിലും ഒരു അവകാശം നിഷേധിക്കപ്പെട്ടാൽ അത് കോടതി മുഖാന്തരം തിരികെ നേടിയെടുക്കാനുള്ള അവകാശം. ഇത്രയും കാര്യങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് പഠിച്ചു വെച്ചേക്കുക. ഇനി നോക്കിയേ, ഒരു കാര്യം കൂടെ. നമ്മുടെ രാജ്യത്ത് നാഷണൽ എമർജൻസി അല്ലെങ്കിൽ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചാൽ ഈ അവകാശങ്ങൾ നിഷേധിക്കപ്പെടും. പക്ഷേ 2 ആർട്ടിക്കിളുകൾ ഒരു കാരണവശാലും നിഷേധിക്കാൻ പാടില്ല. അത് 20ഉം 21ഉമാണ്. ആർട്ടിക്കിൾ 20ൽ പറയുന്ന കാര്യവും ആർട്ടിക്കിൾ 21ൽ പറയുന്ന കാര്യവും രാജ്യത്ത് എന്ത് സംഭവിച്ചാലും നിഷേധിക്കാൻ പാടില്ല, ഉറപ്പുവരുത്തിയിരിക്കണം. പക്ഷെ മറ്റവകാശങ്ങൾ ഈ പറയുന്ന നാഷണൽ എമർജൻസി സമയത്ത് നിഷേധിക്കും അല്ലെങ്കിൽ പിൻവലിക്കും എന്നുകൂടി എന്ത് ചെയ്തേക്കാം, ഓർത്തു വച്ചേക്കാം. ഇനി ഫണ്ടമെന്റൽ റൈറ്റ്സും അതേപോലെ തന്നെ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസും ഒരേ തത്വത്തിൽ അല്ലെങ്കിൽ ഒരേ ത്രാസിൽ തുലനം ചെയ്യേണ്ട കാര്യങ്ങളാണ്. രണ്ടിനും ഒരേപോലെയുള്ള പ്രാധാന്യം എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഭരണഘടന നൽകുന്നുണ്ട് എന്ന് മനസ്സിലാക്കുക. അടുത്ത് നോക്കിയോ എവിടെ നിന്നാണ് നമുക്ക് ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന ആശയം നമുക്ക് കിട്ടിയത്? നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് കിട്ടിയത്. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിലെ പല കാര്യങ്ങളും ബോറോഡ് ആണ്. അതേപോലെ തന്നെ ഈ പറയുന്ന ഫണ്ടമെന്റൽ റൈറ്റ് നമുക്ക് കിട്ടിയത് എവിടെ നിന്നാണ്? അത് അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ്. അപ്പൊ അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് എങ്ങോട്ട് നമുക്ക് നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് ഫണ്ടമെന്റൽ റൈറ്റ് കിട്ടിയത്. സെറ്റാണല്ലോ, പഠിച്ചു വെച്ചോടാ, ഒരു മാർഗാണ്. ഇനി ആർട്ടിക്കിൾ 32 എന്ത് പറയുന്നത്? കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസിനെ പറ്റി പറയുക. അതായത് 6 മൗലിക അവകാശങ്ങളിൽ മറ്റ് 5 മൗലിക അവകാശങ്ങളും നിഷേധിക്കപ്പെട്ടാൽ നമുക്ക് കോടതിയിൽ പോയി ഈ അവകാശങ്ങൾ നേടിയെടുക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ എൻഫോഴ്സിബിൾ ബൈ കോർട്ടാണ്. കോർട്ടിൽ പോയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? നേടിയെടുക്കാൻ പറ്റും. പ്രിയാമ്പിൾ എൻഫോഴ്സിബിൾ അല്ല, പക്ഷേ ഫണ്ടമെന്റൽ റൈറ്റ്സ് എൻഫോഴ്സിബിൾ ബൈ ലോ ആണെന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. ഇനി ഇത് കൂടാതെ തന്നെ പറഞ്ഞിട്ടുള്ളത് കണ്ടോ, ഹെയർട്ട് ആൻഡ് സോൾ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ, നമ്മുടെ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവുമെന്ന് BR അംബേദ്കർ വിശേഷിപ്പിച്ചത് ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ 32ാമത്തെ ആർട്ടിക്കിളിനെയാണ്. പഠിച്ചു വെച്ചോണേ, 32ാമത്തെ ആർട്ടിക്കിളിനെയാണ്. സെറ്റാണ്. അടുത്ത നോക്കിയേ, ഫണ്ടമെന്റൽ റൈറ്റ്സ് ക്യാൻ ബി അമെൻഡഡ് ബട്ട് നോട്ട് ഇൻ വേ that violates the basic structure. ഫണ്ടമെന്റൽ റൈറ്റ് തിരുത്താം, പക്ഷേ നമ്മുടെ ബേസിക് സ്ട്രക്ചറിനെ ഒന്നും ബാധിക്കാൻ പാടില്ല. ബേസിക് സ്ട്രക്ചറിനെ അത് തിരുത്താനായിട്ട് പാടില്ല എന്ന് കൂടി അവിടെ കൃത്യമായിട്ട് പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി they protect against state action and in some cases private actions. അതായത് രാജ്യത്തിൻ്റെ കാര്യങ്ങളും പ്രൈവറ്റ് ഇൻഡിവിജ്വൽസിൻ്റെ കാര്യങ്ങളും സംരക്ഷിക്കാനായിട്ട് ഇത് ഉപയോഗിച്ചേക്കാം എന്ന് കൂടി പറയുന്നുണ്ട്. അതായത് നമ്മുടെ 32ാമത്തെ ആർട്ടിക്കിൾ പ്രകാരമുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഫണ്ടമെന്റൽ റൈറ്റ്സിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, അത് ഗവൺമെന്റിന്റെ കാര്യങ്ങളായിക്കോട്ടെ പ്രൈവറ്റ് ആയിട്ടുള്ള കാര്യങ്ങളായിക്കോട്ടെ, ഇതിനെല്ലാം എന്ത് ചെയ്യാൻ പറ്റും? നിയന്ത്രിക്കാൻ പറ്റുമെന്ന് പറയുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു 32ാമത്തെ ആർട്ടിക്കിൾ പ്രകാരം എന്ത് ചെയ്യാം? നമുക്ക് എൻഫോഴ്സിബിൾ ആണ്, കോർട്ടിൽ പോയി നേടിയെടുക്കാൻ പറ്റും. അതിനുവേണ്ടി റിട്ട് ഫയൽ ചെയ്യാനായിട്ട് നമുക്ക് പറ്റും. എത്ര തരത്തിലുള്ള റിട്ട് ഉണ്ട് മക്കളെ? 5 തരത്തിലുള്ള റിട്ട് ഉണ്ട്. ഒന്ന് ഹേബിയസ് കോർപ്പസ് ആണ്. ഒന്നാമത്തെ റിട്ട് ഹേബിയസ് കോർപ്പസ്. 2 മാൻറ്റമസ് ആണ്. 3 പ്രൊഹിബിഷൻ ആണ്. 4 സെർഷ്യോററി. 5 കോവാറന്റോ. പഠിച്ചു വെച്ചോണേ, ഹേബിയസ് കോർപ്പസ്, മാൻറ്റമസ്, പ്രൊഹിബിഷൻ, സെർഷ്യോററി, കോവാറന്റോ എന്നിങ്ങനെ 5 തരത്തിലുള്ള എന്താണുള്ളത്? റിട്ടുകളാണുള്ളത്. പഠിച്ചു വെച്ചോടാ, നല്ലൊരു കിടുക്കൻ പോയിന്റ് ആണ്. അപ്പൊ 2 ടോപ്പിക്കുകൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. പ്രിയാമ്പിൾ കഴിഞ്ഞു, ഫണ്ടമെന്റൽ റൈറ്റ് കഴിഞ്ഞു. 3ാമത്തെ ടോപ്പിക്കിലേക്ക് നമുക്ക് പോകാം. 3ാമത്തെ ടോപ്പിക്ക് DPSP, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി അല്ലെങ്കിൽ മാർഗനിർദ്ദേശക തത്വങ്ങൾ എന്ന് നമുക്ക് മലയാളത്തിൽ പറയാം. 1ാമത്തെ പോയിന്റ് മക്കളെ പഠിച്ചു വെച്ചോണേ. DPSP ഏത് പാർട്ടിലാണ് ഉൾപ്പെട്ടിരിക്കുന്നത്? DPSP 4ാമത്തെ പാർട്ടിലാണ് ഉൾപ്പെട്ടിരിക്കുന്നത്. DPSP ഉൾപ്പെട്ടിരിക്കുന്ന ഭാഗം ഏത് എന്ന് ചോദിച്ചാൽ അത് 4ാമത്തെ ഭാഗമാണ്. കിട്ടിയല്ലോ. ഇനി അടുത്ത പോയിന്റ് കേട്ടടാ, എത്രാമത്തെ ആർട്ടിക്കിൾ തൊട്ട് എത്രാമത്തെ ആർട്ടിക്കിൾ വരെ? 36ാമത്തെ ആർട്ടിക്കിൾ തൊട്ട് 51ാമത്തെ ആർട്ടിക്കിൾ വരെ 4ാമത്തെ പാർട്ടിലെ 36ാമത്തെ ആർട്ടിക്കിൾ തൊട്ട് 51ാമത്തെ ആർട്ടിക്കിൾ വരെ ഉൾപ്പെടുന്നത് DPSP ആണ്. ക്ലിയർ ആണല്ലോ? നല്ല ചോദ്യമാണ്. 51ാമത്തെ ആർട്ടിക്കിൾ വരെയാണ്, 36 തൊട്ട് 51
വരെ. DPSP ഭാഗം എത്രയാണ്? 4ാമത്തെ ഭാഗവുമാണ്. ക്ലിയർ ആണ്. ഇനിയും ദേ നോൺ ജസ്റ്റീഷ്യബിൾ, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? കോർട്ടിൽ പോകാൻ പറ്റില്ല. പ്രിയാമ്പിൾ കോർട്ടിൽ പോകാൻ പറ്റില്ല. DPSP കോർട്ടിൽ പോകാൻ പറ്റില്ല. ഫണ്ടമെന്റൽ ഡ്യൂട്ടിയും എന്ത് ചെയ്യാൻ പറ്റില്ല? കോർട്ടിൽ പോകാൻ പറ്റില്ല. പക്ഷേ ഫണ്ടമെന്റൽ റൈറ്റ് നിഷേധിക്കപ്പെട്ടാൽ കോടതി മുഖാന്തരം നമുക്ക് തിരികെ നേടിയെടുക്കാനായിട്ട് പറ്റുമെന്ന് എൻ്റെ മക്കൾ പഠിച്ചു വെച്ചോണേ. അപ്പം നോൺ ജസ്റ്റീഷ്യബിൾ ആണ്, പക്ഷെ ഫണ്ടമെന്റൽ ആണ്. ഇത് നടത്തണമെന്ന്, അല്ലെങ്കിൽ ഇത് നടപ്പാക്കാനായിട്ടുള്ള മാക്സിമം ശ്രമങ്ങൾ നടത്തണമെന്ന് പറയുന്നുണ്ട്. പക്ഷേ കോടതി മുഖാന്തരം ഇതിലേതെങ്കിലും ഒരെണ്ണം നിഷേധിക്കപ്പെട്ടു, നടപ്പായില്ല എന്ന് പറഞ്ഞുകൊണ്ട് കോടതിയിൽ പോയി നേടിയെടുക്കാൻ കഴിയില്ല എന്ന് മക്കൾ പഠിച്ചു വെച്ചേക്കാം. ഇനി നോക്കിയാൽ ഇത് ബോറോ ചെയ്തതാണ്. എവിടുന്നാണ്? ഐറിഷ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ്. അതായത് അയർലൻഡിന്റെ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് DPSP നമ്മൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് കടമെടുത്തത്. ഫണ്ടമെന്റൽ റൈറ്റ് കടമെടുത്തത്, പ്രിയാമ്പിൾ കടമെടുത്തത്, ഇത് രണ്ടും കടമെടുത്തത് എവിടുന്നാണ്? നമ്മുടെ അമേരിക്കയിൽ നിന്നാണ്. പക്ഷേ ഐറിഷ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് എന്ത് കടമെടുത്തത്? DPSP കടമെടുത്തത്. 4ാമത്തെ പോയിന്റ് പഠിച്ചോണ്ടേടാ. 4ാമത്തെ പോയിന്റ്, DPSPക്കകത്തിൽ എഡ്യൂക്കേഷനെ പ്രൊമോട്ട് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ട്. ആർട്ടിക്കിൾ 45 കൃത്യമായിട്ട് പറയുന്നുണ്ട്. ദെൻ ഈക്വൽ പേ കുറിച്ച് പറയുന്നുണ്ട്. വില്ലേജ് പഞ്ചായത്തുകളെ കുറിച്ച് പറയുന്നു. 40ാമത്തെ ആർട്ടിക്കിൾ പറയുന്നുണ്ട്. പ്രൊട്ടക്ഷൻ ഓഫ് എൻവയോൺമെന്റിനെ കുറിച്ച് പറയുന്നുണ്ട്. ഇത്തരത്തിലുള്ള പ്രധാനപ്പെട്ട നമ്മുടെ രാജ്യത്തിന് ആവശ്യമുള്ള കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് എവിടെയാണ്? മാർഗനിർദ്ദേശക തത്വങ്ങളിലാണ് എന്ന് പഠിച്ചു വെച്ചേക്കാം. ഇനി നോക്കിയേ, ദേ ആക്ട് ആസ് എ സബ്സിഡിയറി ടു ഫണ്ടമെന്റൽ റൈറ്റ് ബട്ട് കനോട്ട് ഓവർ റൈഡ് ദം. ഫണ്ടമെന്റൽ റൈറ്റിനൊരു സബ്സിഡിയറി ആയിട്ട് DPSP കാണാം, പക്ഷെ എന്ത് ചെയ്യാൻ പറ്റില്ല? ഓവർ റൈഡ് മേൽപ്പാൻ പറ്റില്ല. ഫണ്ടമെന്റൽ റൈറ്റിനും DPSPക്കും തുല്യമായ പ്രാധാന്യമാണുള്ളത്, തുല്യമായ പ്രാധാന്യമുണ്ട്. പക്ഷേ DPSPയിലെ ഏതെങ്കിലും ഒരു കാര്യം നിഷേധിക്കപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് കോടതിയിൽ പോകാൻ കഴിയില്ല. എൻഫോഴ്സിബിൾ ബൈ ലോ അല്ല എന്നെന്ത് ചെയ്തേക്കാം? മക്കളൊന്ന് പഠിച്ചു വെച്ചേക്കാം. ഓക്കെ അല്ലടാ? 5 പോയിന്റുകൾ കഴിഞ്ഞു. 6ാമത്തെ പോയിന്റിലേക്ക് പോകാം. നോക്കി, 6ാമത്തെ പോയിന്റ്, court have held that laws implementing DPSP can amend fundamental rights if not violating basic structure. ബേസിക് സ്ട്രക്ചർ തിരുത്തപ്പെടുന്നില്ല എങ്കിൽ, അല്ലെങ്കിൽ ബേസിക് സ്ട്രക്ചറിന് മാറ്റം വരുന്നില്ല എങ്കിൽ നമുക്ക് DPSPയും എന്ത് ചെയ്യാനായിട്ട് പറ്റും? തിരുത്താനായിട്ട് പറ്റും. DPSPയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അമെൻഡ് ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ പല കാര്യങ്ങളും എന്ത് ചെയ്തിട്ടുണ്ട്? അമെൻഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. 45ാമത്തെ ആർട്ടിക്കിൾ അമെൻഡ് ചെയ്തിട്ടുണ്ട്. 45ാമത്തെ ആർട്ടിക്കിൾ 86ാമത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് 2002 വെച്ചിട്ട് 45ാമത്തെ ആർട്ടിക്കിൾ അമെൻഡ് ചെയ്ത് അതിനകത്തെ കണ്ടന്റ് എന്ത് ചെയ്തിട്ടുണ്ട്? മാറ്റിയിട്ടുണ്ട്. അപ്പം അങ്ങനെ അമെൻഡ് ചെയ്യാനായിട്ട് DPSP കൊണ്ടും കഴിയുമെന്ന് പഠിച്ചു വെച്ചേക്കാം. ഇനി DPSPയിൽ കൃത്യമായിട്ട് സോഷ്യലായിട്ടുള്ള, എക്കണോമിക്കലായിട്ടുള്ള, പൊളിറ്റിക്കലായിട്ടുള്ള രീതിയിലുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. DPSPയിൽ ഗാന്ധിയൻ ആശയങ്ങളുണ്ട്, സോഷ്യലിസ്റ്റിക് ആശയങ്ങളുണ്ട്. അതേപോലെ തന്നെ രണ്ടും കൂടി കണക്ട് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ലിബറൽ ആയിട്ടുള്ള രീതിയിലുള്ള ചില ആശയങ്ങളുണ്ട്. ഇതെല്ലാം കൂടി ചേരുന്നതാണ് DPSP എന്ന് പറയുന്നത്. DPSPയിൽ 36 മുതൽ 51 വരെയുള്ള ആർട്ടിക്കിളിൽ പല തരത്തിലുള്ള, പല രീതിയിലുള്ള ആശയങ്ങളെ പറ്റി പരാമർശിക്കുന്നുണ്ട് എന്നുകൂടി ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കാം കേട്ടോ. ഇറ്റ് ഇൻക്ലൂഡ് ഗാന്ധിയൻ പ്രിൻസിപ്പിൾസ് ഉണ്ട്. നമ്മുടെ കോട്ടേജ് ഇൻഡസ്ട്രി, പ്രൊഹിബിഷൻ ഓഫ് ഇൻടോക്സിക്കൻസ്, ഇതൊക്കെ എന്താണ്? ഇതൊക്കെ ഗാന്ധിയൻ പ്രിൻസിപ്പിൾ ആണ്. ഗാന്ധിജി പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. ഇതൊക്കെ എവിടെയുണ്ട്? ഇതൊക്കെ നമ്മുടെ DPSPയിലുണ്ട്. അതേപോലെ തന്നെ DPSP എന്ന് പറയുന്നത് സ്റ്റേറ്റ് ഇൻ ഫ്രെയിമിംഗ് പോളിസീസ്. നമ്മുടെ രാജ്യത്തെ ഭരണകർത്താക്കൾ ഒരു പോളിസി കൊണ്ടുവരുമ്പോൾ ആ പോളിസിക്കുള്ള ഗൈഡാണ് എന്തെന്ന് പറയുക? DPSPയിൽ ഓരോ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത് രാജ്യത്തെ ഭരണഘടന ഉണ്ടാക്കുന്ന സമയത്ത് രാജ്യത്തെ ഭരണ നിർമ്മിതിയിൽ പങ്കെടുക്കുന്ന ഭരണകർത്താക്കളോട് ചെയ്യേണ്ട കാര്യങ്ങൾ ഇങ്ങനെയാണ് എന്ന് എഴുതി വച്ചിരിക്കുന്ന ഭാഗമാണ് ഈ പറയുന്ന മാർഗനിർദ്ദേശക തത്വങ്ങൾ. അപ്പോൾ അവിടെ പറഞ്ഞിട്ടുണ്ട്, ഇപ്പോൾ യൂണിഫോം സിവിൽ കോഡ്, ഇന്റർനാഷണൽ പീസ്, ഇതിനെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ എങ്ങനെ നടപ്പാക്കാം, ഇതൊക്കെ നമ്മുടെ രാജ്യത്ത് ആവശ്യമാണ് എന്ന് അന്നേ മുൻകൂട്ടി എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മുടെ ഭരണഘടനാ നിർമ്മാതാക്കൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇത് നോക്കിയിട്ടാണ് നമ്മുടെ ഇപ്പോഴത്തെ ഭരണകർത്താക്കൾ ഭരിക്കേണ്ടത് എന്ന് അന്നേ എന്ത് ചെയ്തു? പറഞ്ഞു വെച്ചു. അതാണ് DPSP എന്ന് പറയുന്നത്. ലാസ്റ്റ് പോയിന്റ് ഇതാണ്, നോക്കിയേടാ. സോഷ്യോ ഇക്കണോമിക് ജസ്റ്റിസ്, അതേപോലെ ഇന്നിക്വാലിറ്റി റെഡ്യൂസ് ചെയ്യാൻ ആവശ്യമായ കാര്യങ്ങൾ, ഗൈഡ് ലൈനുകളൊക്കെ DPSPയിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് എന്നും പറയുന്നുണ്ട്. അപ്പോൾ പ്രധാനപ്പെട്ട 10 പോയിന്റുകൾ നമ്മൾ കണ്ടു DPSPയുമായി ബന്ധപ്പെട്ടത്. ഇനി അടുത്ത ടോപ്പിക്ക് പഠിക്കാം. 4ാമത്തെ ടോപ്പിക്ക് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ. നോക്കിയാൽ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ്. മക്കളെ, കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭരണഘടന എഴുതി വച്ചിരിക്കുന്നത് കാലാനുസൃതമായ മാറ്റങ്ങൾ വിധേയമാകണമെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവരണമെങ്കിൽ അത് കൊണ്ടുവരാനുള്ള പ്രൊവിഷനാണ് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് എന്ന് പറയുക. ആർട്ടിക്കിൾ 368 പ്രകാരം
കോൺസ്റ്റിറ്റ്യൂഷനിൽ എഴുതി വച്ചിരിക്കുന്ന കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് കഴിയും, തിരുത്താനായിട്ട് കഴിയും, മാറ്റങ്ങൾ വരുത്താനായിട്ട് കഴിയും. പക്ഷേ ബേസിക് സ്ട്രക്ചറിനെ ബാധിക്കരുത് എന്നുള്ളത് മാത്രമാണ് അവിടുത്തെ ഒരു കണ്ടീഷൻ. ബേസിക് സ്ട്രക്ചറിനെ ബാധിക്കാതെ നമുക്ക് തിരുത്താം. ആ തിരുത്താനുള്ള പ്രൊവിഷനെ എന്തെന്ന് പറയാം, കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് എന്ന് പറയാം. കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് എന്ന് പറയാം. ഓക്കെ, 42ാമത്തെ അമെൻമെന്റ് ഏറ്റവും കൂടുതൽ അമെൻമെന്റുകൾ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ മാറ്റങ്ങൾ നമ്മുടെ ഭരണഘടനയിൽ കൊണ്ടുവന്നത് 42ാമത്തെ അമെൻമെന്റ് ആണ്. മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്നത് 42ാമത്തെ അമെൻമെന്റ് ആണ്. പഠിച്ചു വെച്ചോടെ, മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്നത് 42ാമത്തെ അമെൻമെന്റ് ആണ്. ഇതിലൂടെയാണ് പ്രിയാമ്പിൾ തിരുത്തിയത്. സോഷ്യലിസ്റ്റ്, സെക്കുലർ, ഇന്റഗ്രിറ്റി എന്നീ വാക്കുകൾ പ്രിയാമ്പിളിലേക്ക് കൊണ്ടുവന്നത് 42ാമത്തെ അമെൻമെന്റ് 1976. രണ്ടാമത്തെ പോയിന്റ് നോക്കിയേ, നമ്മുടെ കേശവാനന്ദ ഭാരതി കേസിൽ പറഞ്ഞു, നിങ്ങൾ ഭരണഘടന തിരുത്തിക്കോ, പക്ഷേ ബേസിക് സ്ട്രക്ചറിനെ ബാധിക്കാൻ പാടില്ല. ഭരണഘടന തിരുത്തിക്കോ കുഴപ്പമില്ല, പക്ഷേ ഇത് എന്ത് ചെയ്യാൻ പാടില്ല, ബേസിക് സ്ട്രക്ചറിനെ ബാധിക്കാനായിട്ട് പാടില്ല എന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ബേസിക് സ്ട്രക്ചർ എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ ഈ അമെൻമെന്റുമായിട്ട് കൊണ്ടുവന്നത് 1973 കേശവാനന്ദ ഭാരതി കേസാണ്. 1973 കേശവാനന്ദ ഭാരതി കേസാണ് എന്ന് കൃത്യമായിട്ട് എന്ത് ചെയ്തേക്കാം, ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം. അടുത്ത 44ാമത്തെ അമെൻമെന്റ് ആണ് 1978. 42ാമത്തെ അമെൻമെന്റിൽ കുറേ മാറ്റങ്ങൾ കൊണ്ടുവന്നു. ഇന്ദിരാഗാന്ധി ഗവൺമെന്റ് ആണെന്ന് ഭരണത്തിലുണ്ടായിരുന്നത്. ഇന്ദിരാഗാന്ധി ഗവൺമെന്റ് കൊണ്ടുവന്ന ഈ മാറ്റങ്ങളിൽ പല മാറ്റങ്ങളെയും തിരിച്ച് പഴയപടിക്കാക്കിയത് 44ാമത്തെ അമെൻമെന്റിലൂടെയാണ്. എത്രയാണ്? 44ാമത്തെ അമെൻമെന്റിലൂടെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സ്വത്തവകാശം എടുത്തു കളഞ്ഞില്ലേ ഫണ്ടമെന്റൽ റൈറ്റ്സിൽ നിന്ന്, അത് 44ാമത്തെ അമെൻമെന്റിലൂടെയാണ്. 1978 വർഷം കൂടി എന്ത് ചെയ്തേക്കാം, മക്കൾ പഠിച്ചു വെച്ചേക്കാം. 368 എന്ന് പറയുന്ന ആർട്ടിക്കിളാണ് അമെൻമെന്റിന്റെ പ്രൊസീജിയറിനെ പറ്റി പറയുന്നത്. ഓക്കെ, 3 രീതിയിൽ അമെൻഡ് ചെയ്യാം. സിമ്പിൾ മെജോറിറ്റിയിൽ അമെൻഡ് ചെയ്യാം, സ്പെഷ്യൽ മെജോറിറ്റിയിൽ അമെൻഡ് ചെയ്യാം, സ്പെഷ്യൽ മെജോറിറ്റി പ്ലസ് സ്റ്റേറ്റ്സ് റാറ്റിഫിക്കേഷനിലൂടെയും എന്ത് ചെയ്യാൻ പറ്റും, അമെൻഡ് ചെയ്യാനായിട്ട് പറ്റും. ഇനി നോക്കിയേ, ആദ്യ അമെൻമെന്റ് ഏതാണ്? 1ാമത്തെ അമെൻമെന്റ് 1951 ഒന്നാമത്തെ അമെൻമെന്റ് കേട്ടോ. 1ാമത്തെ അമെൻമെന്റ് 1951 പഠിച്ചു വെച്ചേക്കാം. ആദ്യത്തെ അമെൻമെന്റ് 1951 ഫസ്റ്റ് അമെൻമെന്റ് എന്നൊന്ന് പഠിച്ചു വെച്ചേക്കാം. അടുത്ത നോക്കിയേ, 73, 74 അമെൻമെന്റുകൾ നമ്മുടെ രാജ്യത്ത് ഒരുപാട് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയ പഞ്ചായത്തി രാജ് സംവിധാനവും മുനിസിപ്പാലിറ്റി സംവിധാനവും നിലവിൽ വരിക 73, 74 അമെൻമെന്റുകളിലൂടെയാണ്. വർഷം പഠിച്ചു വെച്ചു 1992. അപ്പോൾ 1992 73, 74 അമെൻമെന്റുകളിലൂടെ നമ്മുടെ രാജ്യത്ത് ഒരു സംവിധാനം കൊണ്ടുവന്നു. 73ാം അമെൻമെന്റിലൂടെ കൊണ്ടുവന്നത് പഞ്ചായത്തി രാജ്, 74ാം അമെൻമെന്റിലൂടെ കൊണ്ടുവന്ന ഏതാണ്? മുനിസിപ്പാലിറ്റി. അപ്പോൾ 73ാം അമെൻമെന്റിലൂടെ പഞ്ചായത്തി രാജ് വന്നു, 74ാം അമെൻമെന്റിലൂടെ മുനിസിപ്പാലിറ്റീസും എന്ത് ചെയ്യാണ്, കൊണ്ടുവന്നിരിക്കുകയാണ്. അങ്ങനെയാണ് കണ്ടോ, പഞ്ചായത്തി രാജ് അർബൻ ലോക്കൽ ബോഡി, അതിനെയാണ് മുനിസിപ്പാലിറ്റീസ് എന്ന് പറയുക. അപ്പോൾ പഞ്ചായത്തി രാജ് 73, 74ാമത്തെ അമെൻമെന്റിലൂടെ മുനിസിപ്പാലിറ്റീസും കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി 86ാമത്തെ അമെൻമെന്റ് നോക്കിക്കോണേ. 86ാമത്തെ അമെൻമെന്റ് വർഷം എത്രയാണ്? 2002. ഇതാണ് വിദ്യാഭ്യാസം മൗലിക അവകാശമാക്കി കൊണ്ടുവന്ന അമെൻമെന്റ്. 21A എന്ന് പറയുന്ന ആർട്ടിക്കിളിലൂടെ 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം ഉറപ്പുവരുത്തണമെന്ന് പറഞ്ഞ ആർട്ടിക്കിൾ ഏതാണ്? അത് 86ാമത്തെ ആർട്ടിക്കിളാണ്. നോക്കിയേ, 2002 86ാമത്തെ ആർട്ടിക്കിളിലൂടെ 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം ഉറപ്പുവരുത്തണമെന്ന് പറഞ്ഞത് ഏത് അമെൻമെന്റിലൂടെ? 86ാമത്തെ അമെൻമെന്റിലൂടെ. കിട്ടുക്കൻ പോയിന്റ് ആണ്, ചോദ്യമായിട്ട് വരും, പഠിച്ചു വെച്ചോ. മറ്റൊരു പോയിന്റ് 103ാമത്തെ അമെൻമെന്റ് 2019 103ാമത്തെ അമെൻമെന്റ്. EWS എന്ന് പറയുന്ന ഒരു കാറ്റഗറി കൊണ്ടുവന്നു. വളരെ പ്രധാനപ്പെട്ട പോയിന്റ്. എക്കണോമിക്കലി വീക്കർ സെക്ഷൻ എന്ന് പറഞ്ഞാൽ ജനറൽ കാറ്റഗറിയിലുള്ള കുട്ടികളിൽ എക്കണോമിക്കലി വീക്കർ സെക്ഷൻ ആയിട്ടുള്ള ആളുകൾ ഉണ്ടെങ്കിൽ, സാമ്പത്തികപരമായി പിന്നോക്കം നിൽക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് 10% റിസർവേഷൻ ഉറപ്പുവരുത്തിയത് 103ാമത്തെ അമെൻമെന്റിലൂടെയാണ്. 2019 എക്കണോമിക്കലി വീക്കർ സെക്ഷൻ എന്ന് പറയുന്ന ഒരു സംഗതി കൊണ്ടുവന്ന് 10% റിസർവേഷൻ അവർക്ക് ഉറപ്പുവരുത്തി. അടുത്ത് നോക്കിയോടാ, ഇനിയും ചില അമെൻമെന്റുകളാണെങ്കിൽ അവർക്ക് സ്പെഷ്യൽ മെജോറിറ്റി വേണം, ചിലതാണെങ്കിൽ സ്റ്റേറ്റിന്റെ റാറ്റിഫിക്കേഷൻ വേണം, ചിലതിന് എന്താണ്, സിമ്പിൾ മെജോറിറ്റി മതിയാകും. ഓക്കെയാണ്. ഇനി 42ാമത്തെ അമെൻമെന്റിലൂടെ നോക്കിയേ, അറ്റംപ്റ്റഡ് ടു മേക്ക് ഫണ്ടമെന്റൽ റൈറ്റ്സ് സബോർഡിനേറ്റ് ടു DPSP ബട്ട് വാസ് ലേറ്റർ മോഡിഫൈഡ്. അതായത് DPSPയുടെ കീഴിലേക്ക് ഫണ്ടമെന്റൽ റൈറ്റിനെ കൊണ്ടുവരാനായിട്ട് ശ്രമമൊക്കെ നടത്തി, അല്ലെങ്കിൽ അതിന് രണ്ട് പദവിയൊക്കെ നൽകാൻ ശ്രമം നടത്തി. പക്ഷേ ഇപ്പോഴങ്ങനല്ല, ഫണ്ടമെന്റൽ റൈറ്റും DPSPക്കും തുല്യ പദവി എന്ത് ചെയ്യാൻ പറ്റും, അനുഭവിക്കാനായിട്ട് പറ്റുന്നുണ്ട്. ഓക്കെ അല്ലടാ? അപ്പം 4 പ്രധാനപ്പെട്ട ടോപ്പിക്കുകൾ റിവിഷൻ ചെയ്തില്ലേ? കുറേ പോയിന്റുകൾ നിങ്ങൾക്ക് കിട്ടിയില്ലേ? കുറേ പോയിന്റുകൾ റിവൈസ് ചെയ്തില്ലേ? നോക്കിയോ, 5ാമത്തെ പോയിന്റ് അല്ലെങ്കിൽ 5ാമത്തെ ടോപ്പിക്ക് നമുക്ക് നോക്കാം. 5ാമത്തെ ടോപ്പിക്ക് പ്ലാനിംഗ് കമ്മീഷനാണ്.
ഇഷ്ടം പോലെ തവണ എക്കണോമിക്സിൽ നിന്ന് ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്ത് വന്നത് പ്ലാനിംഗ് കമ്മീഷനിൽ നിന്നാണ്. മക്കളെ, പ്ലാനിംഗ് കമ്മീഷൻ നിലവിൽ വന്നത് എപ്പോഴാണ്? 1950 മാർച്ച് 15-നാണ്. 1950 മാർച്ച് 15 എന്ത് നിലവിൽ വന്നു? പ്ലാനിംഗ് കമ്മീഷൻ എന്ന് പറയുന്ന കൺസെപ്റ്റ് നിലവിൽ വന്നു. എന്തിനു വേണ്ടിയിട്ടാ? 5 ഇയർ പ്ലാനുകൾ നടപ്പിലാക്കാൻ. നമ്മുടെ രാജ്യത്ത് റാപ്പിഡ് ഡെവലപ്മെന്റ് ഉണ്ടാകണം, റാപ്പിഡ് ആയിട്ടുള്ള ഒരു എക്കണോമിക് ഡെവലപ്മെന്റ് ഉണ്ടാകണം. അതിനുവേണ്ടി പഞ്ചവത്സര പദ്ധതികൾ നടപ്പാക്കാനായിട്ട് പ്ലാനിംഗ് കമ്മീഷൻ വന്നത് 1950 മാർച്ച് 15. ഒന്നാമത്തെ പോയിന്റ്. അടുത്ത നോക്കിയ രണ്ടാമത്തെ പോയിന്റ്. 1951 മുതൽ 2012 വരെ 12 പഞ്ചവത്സര പദ്ധതികൾ ഉണ്ടായിരുന്നു. 1951 തൊട്ട് 2012 വരെ 12 പഞ്ചവത്സര പദ്ധതികളാണ് ഉണ്ടായിരുന്നത്. അടിപൊളി പോയിന്റ്. അടുത്ത് നോക്കി, പ്രധാനമായിട്ടും പ്ലാനിങ്ങിലൂടെ പബ്ലിക് സെക്ടറിനെയും ഹെവി ഇൻഡസ്ട്രീസിനെയും ഒക്കെ അവരെന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം 2014 നമ്മുടെ പഞ്ചവത്സര പദ്ധതികൾ നടപ്പിലാക്കിക്കൊണ്ടിരുന്ന പ്ലാനിംഗ് കമ്മീഷനെ റിമൂവ് ചെയ്തു, ഡിസോൾവ് ചെയ്തു. അപ്പോൾ പ്ലാനിംഗ് കമ്മീഷൻ അവസാനിച്ചത് 2014-ലാണ്. അതിനുശേഷം എന്ത് കൊണ്ടുവന്നു? നീതി ആയോഗ് എന്ന് പറയുന്ന ഒരു സംവിധാനം കൊണ്ടുവന്നു. അപ്പോൾ പഞ്ചായത്തി രാജ് എന്ന് പറയുന്ന പ്ലാനിംഗ് കമ്മീഷൻ എന്ന് പറയുന്ന സംവിധാനം അവസാനിച്ചത് 2014. ഇതിന് പകരമായിട്ട് നീതി ആയോഗ് വന്നത് 2015-ലുമാണ്. ഇതിൽ ചെയർമാനായിട്ട് ആരായിരുന്നു? പ്ലാനിംഗ് കമ്മീഷന്റെ ചെയർമാൻ നമ്മുടെ പ്രൈം മിനിസ്റ്റർ ആണ്. പ്ലാനിംഗ് കമ്മീഷൻ ചെയർമാൻ പ്രൈം മിനിസ്റ്റർ. ആദ്യത്തെ പ്ലാനിംഗ് കമ്മീഷൻ ചെയർമാൻ ആരാണ്? ജവഹർലാൽ നെഹ്റു, ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയാണ്. ഇനിയും ഇതിനൊരു ഡെപ്യൂട്ടി ചെയർമാൻ ഉണ്ട്, അതേപോലെ തന്നെ മെമ്പേഴ്സും ഉണ്ടായിരിക്കും. ഡെപ്യൂട്ടി ചെയർമാനും മെമ്പേഴ്സും ഒക്കെ ഇതിന് ഭരണസമിതിയിൽ ഉണ്ടായിരിക്കും. ആറാമത്തെ പോയിന്റ് നോക്കിക്കോടാ. ആറാമത്തെ പോയിന്റ് എന്താണ് പ്ലാനിംഗ് കമ്മീഷൻ അല്ലെങ്കിൽ 5 ഇയർ പ്ലാൻ കൊണ്ട് ലക്ഷ്യം വെച്ചത്? മക്കളെ, രാജ്യത്തെ പൊവേർട്ടി ഇല്ലാണ്ടാക്കുക, രാജ്യത്തെ അൺഎംപ്ലോയ്മെന്റ് ഇല്ലാണ്ടാക്കുക, രാജ്യത്ത് ഒരു സോഷ്യൽ ജസ്റ്റിസ് കൊണ്ടുവരിക, സാമൂഹിക നീതി ഉറപ്പുവരുത്തുക. ഇതൊക്കെയായിരുന്നു പ്രധാനമായിട്ടും ഈ പറയുന്ന പഞ്ചവത്സര പദ്ധതികൾ കൊണ്ട് അല്ലെങ്കിൽ പ്ലാനിംഗ് കമ്മീഷൻ കൊണ്ട് ലക്ഷ്യം വെച്ചത്. അപ്പം നമ്മുടെ രാജ്യത്ത് ദാരിദ്ര്യമുണ്ടെങ്കിൽ അത് കുറയ്ക്കുക, അൺഎംപ്ലോയ്മെന്റ് ഉണ്ടെങ്കിൽ അത് കുറയ്ക്കുക, സോഷ്യൽ ജസ്റ്റിസ് ഉറപ്പുവരുത്തുക. ഇതൊക്കെ ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളായിരുന്നു. അതിനടുത്ത് നോക്കിയേ, രണ്ടാമത്തെ പഞ്ചവത്സര പദ്ധതി 56 തൊട്ട് 61 വരെയാണ്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഫോക്കസ് ഇൻഡസ്ട്രിയലൈസേഷൻ ആണ്. അതായത് ഇൻഡസ്ട്രിയലൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ രാജ്യത്ത് പ്രധാനപ്പെട്ട വ്യവസായങ്ങളെ മുന്നോട്ട് കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു രണ്ടാമത്തെ പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം. 56, 61. അടുത്ത പോയിന്റ് നോക്കിയോടാ. നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിൽ 1952 രൂപീകരിച്ചു. വർഷം പഠിച്ചു വെച്ചോണേ, 1952. ഈ നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിലാണ് പ്ലാനിംഗ് കമ്മീഷൻ ഉണ്ടാക്കുന്ന 5 ഇയർ പ്ലാനിന് അംഗീകാരം നൽകിക്കൊണ്ടിരുന്നത്. അപ്പോൾ പ്ലാനിംഗ് കമ്മീഷൻ എന്ത് കൊണ്ടുവന്നു? ഈ പറയുന്ന പഞ്ചവത്സര പദ്ധതികൾ കൊണ്ടുവരും. അതിന് അംഗീകാരം കൊടുക്കുന്നത് നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിൽ. അത് വന്നത് 1952. പഠിച്ചു വെച്ചോണേ. ഇനി 1991 ന്യൂ എക്കണോമിക് പോളിസി ഉണ്ടായിരുന്നു. അതിലൂടെ അതുവരെ ഉണ്ടായിരുന്ന പഞ്ചവത്സര പദ്ധതിയുടെ ഒരു മോഡ് മാറി. എന്ന് പറഞ്ഞാൽ അതുവരെ ഒരു സോഷ്യലിസ്റ്റിക് രീതിയിലാണ് പൊയ്ക്കൊണ്ടിരുന്നതെങ്കിൽ ഒരു ലിബറൽ രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയത് 1991 ന്യൂ എക്കണോമിക് പോളിസിയിലൂടെയാണ്. അതും ഒരു പ്രധാനപ്പെട്ട പോയിന്റാണ്. ഇനിയും ഇവിടെ പ്ലാനിംഗ് കമ്മീഷൻ എന്ന് പറയുന്നത് ഒരു ടോപ്പ് ഡൗൺ അപ്രോച്ച് ആണെന്ന് കൂടി ഒന്ന് പഠിച്ചു വെച്ചേക്കുക. പ്ലാനിംഗ് കമ്മീഷൻ എന്ന് പറയുന്നത് എന്താണ്? അതൊരു ടോപ്പ് ഡൗൺ അപ്രോച്ച് ആണ്. പ്ലാനിംഗ് കമ്മീഷൻ ഒരു ടോപ്പ് ഡൗൺ അപ്രോച്ച് ആണെന്ന് കൂടി ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഈ ഒരു സെഷനിൽ നോക്കുക. ഒരു 5 ടോപ്പിക്കുകൾ നമ്മൾ റിവൈസ് ചെയ്തിട്ടുണ്ട്. ബാക്കി 5 ടോപ്പിക്കുകൾ നമുക്ക് അടുത്തൊരു സെഷനിൽ ചെയ്യാം. ഒരുപാട് സമയം ലെങ്ത് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. തൊട്ടടുത്തൊരു പാർട്ടായിട്ട് ബാക്കി 5 ടോപ്പിക്കുകൾ നമുക്ക് ചെയ്യാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് RRB ഗ്രൂപ്പ് ഡിയുടെ എക്സാമിനേഷൻ നവംബർ 17-നാണ്. നമ്മുടെ മുന്നിൽ ഒരു 60 ദിവസങ്ങൾ അല്ലെങ്കിൽ 2 മാസങ്ങളാണ് നമ്മുടെ മുന്നിൽ അവശേഷിക്കാം. അപ്പോൾ ഒരു കൃത്യമായിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാനോടുകൂടി, പ്രീ ഡിറ്റർമൈൻഡ് ആയിട്ടുള്ള സ്റ്റഡി പ്ലാനോടുകൂടി നിങ്ങൾക്ക് ഇനിയുള്ള ദിവസങ്ങൾ പഠിച്ചു പോകാൻ താല്പര്യമുണ്ടെങ്കിൽ RRB ഗ്രൂപ്പ് ഡിക്ക് വേണ്ടിയുള്ള റിവിഷൻ പ്ലസ് ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഈ ബാച്ച് തുടങ്ങുക സെപ്റ്റംബർ മാസം 12-ാം തീയതിയാണ്. അതായത് 2 ദിവസം കൂടിയുള്ള ബാച്ച് തുടങ്ങാനായിട്ട്. ആരെങ്കിലും ഈ ഒരു ബാച്ചിൽ വരുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ജോയിൻ ചെയ്യാനായിട്ട് താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ എത്രയും വേഗം ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുക. നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? അടിപൊളിയായിട്ട് റിവൈസ് ചെയ്ത് പോകാനായിട്ട് പറ്റും. RRB ഗ്രൂപ്പ് ഡി റിവിഷൻ ബാച്ചിന്റെ പ്രത്യേകത, നിങ്ങൾക്ക് ആവശ്യമുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ, ഇപ്പോൾ മാത്സ് ആണെങ്കിൽ അവിടെ ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ട്രിക്കുകൾ എന്തൊക്കെയാണ്, അതേപോലെ തന്നെ നിങ്ങൾക്ക് റീസണിങ്ങിൽ ഉപയോഗിക്കാൻ കഴിയുന്ന ട്രിക്കുകൾ എന്തൊക്കെയാണ്, GK-യിൽ ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക്കുകൾ ഏതൊക്കെയാണ്, ഇനി ഇതിൻ്റെ ക്വസ്റ്റ്യൻ പ്രാക്ടീസ്, ലൈവ് സെഷൻസ്, അതേപോലെ തന്നെ മാക്സിമം മോക്ക് ടെസ്റ്റുകൾ, നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ ഒരു ടെസ്റ്റ് പാക്ക് ഉൾപ്പെടെ എന്ത് ചെയ്യുന്നുണ്ട്, കിട്ടുന്നുണ്ട്. അപ്പോൾ മാക്സിമം എക്സാമുകൾ ചെയ്ത് പഠിക്കാനായിട്ട് പറ്റും. ഇതുപോലെ ഇഷ്ടം പോലെ ഘടകങ്ങളുള്ള മോട്ടിവേഷൻ സെഷനുകളുള്ള ഒരു ബാച്ചാണ് റിവിഷൻ പ്ലസ് ബാച്ച് എന്ന് പറയുക. ഈ ബാച്ച് നാളെയാണ് ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ എത്രയും വേഗം എന്ത് ചെയ്യുക, ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് താല്പര്യമുള്ളവരെല്ലാം ജോയിൻ ചെയ്യുക. 82812266 എന്ന് പറയുന്ന നമ്പറിലേക്ക് ബന്ധപ്പെട്ടാൽ മതി. അല്ലെങ്കിൽ താഴെ ഒരു ഗൂഗിൾ ഫോം കാണും. ഈ ഒരു ഗൂഗിൾ ഫോം ഫില്ല് ചെയ്താൽ മതി. എല്ലാവർക്കും
എല്ലാവർക്കും എന്ത് ചെയ്യാൻ പറ്റും, നന്നായിട്ട് ഇനിയുള്ള സമയം ഒന്ന് പഠിച്ചാൽ, ഒന്ന് ആഞ്ഞു പിടിച്ചാൽ അതിങ്ങി പോരും. അപ്പോൾ അതുകൊണ്ട് ആരെങ്കിലും ജോയിൻ ചെയ്യാനായിട്ട് താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ ഇപ്പോഴേ ജോയിൻ ചെയ്യുക, ഇനി വൈകരുത്, കാരണം ഇനി സമയമില്ല കളയാൻ. പെട്ടെന്ന് തന്നെ റിവിഷൻ ബാച്ചിൽ ജോയിൻ ചെയ്യാം, അടിപൊളിയായിട്ട് റിവൈസ് ചെയ്യാം, മാക്സിമം എക്സാമുകൾ ചെയ്യാം. മൈക്രോനോട്സിന്റെ സഹായത്തോടുകൂടി നല്ല അടിപൊളിയായിട്ട് നമുക്ക് റിവിഷന് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റും. അപ്പോൾ അതിനുള്ള സാഹചര്യമാണ് റിവിഷൻ പ്ലസ് ബാച്ച്. എത്രയും വേഗം 8281223366 എന്ന് പറഞ്ഞ നമ്പറിലേക്ക് ബന്ധപ്പെടുക. ഇനി നിങ്ങൾക്ക് ടെസ്റ്റ് പാക്ക് മാത്രമായിട്ടാണ് വേണ്ടതെങ്കിൽ അതിനും സൗകര്യമുണ്ട്. നമുക്ക് 250 രൂപയ്ക്ക് ഇപ്പോൾ ടെസ്റ്റ് പാക്ക് നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആണ്. ടെസ്റ്റ് പാക്കിനകത്തിൽ മാക്സിമം എന്താണ് എക്സാമുകൾ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. ഫുൾ ലെങ്ത് ടെസ്റ്റുകളായിക്കോട്ടെ, ചാപ്റ്റർ ടെസ്റ്റുകളായിക്കോട്ടെ, ഇതെല്ലാം കൂടി അടങ്ങുന്നതാണ് ടെസ്റ്റ് പാക്ക്. അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് നമ്മുടെ മൈക്രോനോട്സും എന്താണ് ഇതിനോട് കിട്ടും. അപ്പോൾ റിവിഷനും കൂടി എന്ത് ചെയ്യാൻ പറ്റും, അടിപൊളിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റും. അപ്പോൾ ഇതാണ് നമ്മുടെ ടെസ്റ്റ് പാക്ക്. ടെസ്റ്റ് പാക്കിന് 250 രൂപയാണ് ഫ്രീ ആയിട്ട് വരിക. നിങ്ങൾക്ക് നേരെ ആപ്പിൽ കയറിയിട്ട് പർച്ചേസ് ചെയ്യാം, അല്ല എങ്കിൽ 8281223366 എന്ന് പറയുന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. നമുക്ക് ഇതിൻ്റെ അടുത്തൊരു പാർട്ടുമായിട്ട് വരാം. എങ്ങനെയുണ്ട് ക്ലാസ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ എന്നുള്ള കാര്യം ഒന്ന് അഭിപ്രായങ്ങളായിട്ട് രേഖപ്പെടുത്തുക. താങ്ക് യു സോ മച്ച്.